ചെറിയൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാം. ചോറില്ലാത്ത എന്ത് പൊതിച്ചോറല്ലേ. അപ്പോൾ ആദ്യം തന്നെ ചോറാണ് കേട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല പുളിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി, പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളിക്കറിയാണ് കേട്ടോ, നല്ല വറ്റിച്ചെടുത്ത ഉള്ളിക്കറി. പിന്നെ മുട പൊരിച്ചെടുത്തതാണ്. പിന്നെ നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത ഇല. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് തയ്യാറാക്കി തുടങ്ങാം. അപ്പം നമുക്ക് ഈ ഇലയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് സപ്പോർട്ടായിട്ട് ചേച്ചിമാരെ മക്കളുണ്ട് കേട്ടോ. അവരെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ ഒരാൾ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല, അവർക്ക് പനിയായിട്ട് കേട്ടോ. ഒരാൾ ചെറുതാണ്, അവന് അംഗനവാടിയിലോ ഒന്നും ചേർത്താനൊന്നും ആയിട്ടില്ല കേട്ടോ. 2 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവനും ഉണ്ട് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇത് ഇനി പൊതിച്ചോറൊക്കെ ആക്കിയിട്ട് വേണം, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കേട്ടോ അവർക്ക് ഉണ്ണാൻ കൊടുക്കാൻ. അപ്പോൾ എന്തായാലും ഇത് വേഗം ഒന്ന് സെറ്റാക്കട്ടെ ഞാൻ. അപ്പോൾ ഒരു പൊതി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 3 കൂടി വേണം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക്, ചേച്ചിയുടെ 2 മക്കൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും കൂടി ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. എന്തായാലും വേണ്ടില്ല, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മക്കൾക്ക് ചോറ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു, മേമാ ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞപ്പോൾ ചോറ് എന്തായാലും അവർക്ക് ഞാൻ കൊടുക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അപ്പോൾ എന്തായാലും പൊതിയൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാമ തിന്നാളാ. എങ്ങനെയുണ്ട് പനിയാ? മക്കളെന്തായാലും ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്ക് ഉണ്ണാൻ. അപ്പോൾ എന്തായാലും അവർ കഴിച്ച് കഴിഞ്ഞു. ഇനി എന്തായാലും ഞാൻ എൻ്റെ പൊതി തുറന്ന് നോക്കാൻ പോവാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല, ഒന്ന് നോക്കാം.
ആഹാ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കുന്നത് തുറന്ന് ഫുള്ളായിട്ട് തുറക്കാൻ പോവാണ് കേട്ടോ ഞാൻ. വാവ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കുറച്ച് വെളിച്ചം കുറവാണ് കേട്ടോ. മഴയാണ്, നല്ല ഇരുട്ട് മൂടിയ മഴയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ വെളിച്ചമില്ലാത്തത്. അപ്പോൾ എന്തായാലും എൻ്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഈ ഫുഡ് എന്ന്. എനിക്ക് എന്തായാലും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങളും തന്നെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. എന്തായാലും കമൻറ്റിലൂടെ എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.